കണ്ടില്ലേ, ഞാൻ നീക്കുമ്പോഴേക്കും ഹന്ന പോവും ഗൈസ്. ഹന്ന എൻ്റെ ഫാമിലിക്ക് രായി കൊടുക്കൂ. എല്ലാവരും ഉറങ്ങുകയാണ് കേട്ടോ. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നീട്ടിട്ടുള്ളൂ, പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ടൈം 8 മണി. ഡെയിലൊന്നും നടക്കാത്ത കാരണമാണ് ഞാൻ ഇത്രയും കാലം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാതിരുന്നത്. ഞാനപ്പോൾ കിച്ചണിൽ വന്നിരിക്കുകയാണ്. കിച്ചണിൽ ലൈറ്റ് ഉള്ളൂ, ബാക്കിയുള്ള റൂമിൽ ഉറങ്ങുകയാണ്. അപ്പോൾ പോയി പല്ലേച്ചിട്ട് വരാം. സത്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ 7:30 നീറ്റിട്ട് ഡേ ഇൻ മൈ ലൈഫ് കൊടുക്കണതല്ല. അപ്പോൾ കുറച്ച് നേരത്തെ നീക്കുക. അപ്പോൾ പിന്നെ ഈ തിരക്കുണ്ടാവില്ല. ഈ തിരക്ക് ഒഴിവാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് 7:30 എണീക്കാന്നൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു കേട്ടാ. സംഭവം ഞാൻ 6:15 എണീറ്റു. പക്ഷേ ഞാൻ 5 മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുതപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നു കേട്ടാ. അപ്പോഴാണ് എന്നിട്ട് 8 മണിക്ക് നീറ്റത്. 8 മണിക്ക് എന്തായാലും ഞാൻ നീക്കും, കാരണം ലേറ്റ് ആവുമല്ലോ അല്ലെങ്കിൽ. അപ്പോൾ 7:30 നീക്കാന്ന് വിചാരിച്ചായിരുന്നു ഗൈസ്. പക്ഷേ ആ പുതപ്പിൻ്റെ ചൂടും പുറത്ത് നല്ല തണുപ്പും എങ്ങനെ നീക്കുക. നല്ല സുഖമായിട്ട് കുറച്ചുകൂടി നേരം കിടന്നു. 5 മിനിറ്റ് കിടന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അറിയുള്ളൂ. അപ്പോൾ ഇനി പോയിട്ട് ഡ്രസ്സ് മാറണം. ഡ്രസ്സ് ഞാൻ ഓൾറെഡി നൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. എന്താ നാളേക്ക് ഇടണ്ടേന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഞാൻ ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെക്കും. അതാകുമ്പോൾ രാവിലെ നീറ്റിട്ടൊരു റഷ് ഉണ്ടാവില്ല, എന്തിടണം എന്ന്. രാത്രി എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വെക്കും. അപ്പോൾ ഇത് പോയിട്ട് മാറട്ടെ. സോ ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു. ഞാൻ കാണിക്കാത്തതൊന്നും വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ പോയിട്ട് മെല്ലെ മെല്ലെ കാര്യങ്ങൾ ചെയ്യണം. കാരണം ലൈറ്റ് ഇടാൻ പറ്റില്ല, ആൾക്കാർ ഉറങ്ങല്ലാവുക, പലർക്കും പല ഷിഫ്റ്റ് ആവുക. സോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. രാവിലേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഓവർനൈറ്റ് ഓട്സ് ആണ് ഇട്ടിട്ടുണ്ട്. ഞാനിതിപ്പോൾ ടൈമില്ലാത്ത കാരണം ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകും. നോർമലി ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മെല്ലെ കഴിക്കുക ചെയ്യല്. ഇവിടെ നമ്മൾ ഫാസ്റ്റിൽ ഇങ്ങനെ കഴിച്ചു പോകണ്ടേ. അപ്പോൾ ഞാൻ ഓഫീസിൽ കൊണ്ടുപോവാണ് ചെയ്യല്. അപ്പോൾ അത് സെറ്റാക്കുകയാണ്. ടോപ്പിങ്സിന് ഞാൻ ബനാന എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓവർനൈറ്റ് ഓട്സ് ഞാൻ അതുപോലെ ഇതിലാക്കിയിട്ട് മേലെ ബനാന കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അത് ജസ്റ്റ് ബാഗിൽ വെക്കാൻ വേണ്ടുള്ളൂ. കാരണം ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് രാത്രി വെക്കും. കാരണം എനിക്ക് രാവിലെ നീട്ടിട്ട് ചെയ്യാൻ വയ്യ. പിന്നെ ഓൾറെഡി ഞാൻ ലേറ്റ് ആവരുതല്ലോ, എന്നാലും ലേറ്റ് ആവും. എന്നാലും അതുകൊണ്ട് ഞാൻ എല്ലാം രാത്രി സെറ്റാക്കി വെക്കും കിടക്കണതിൻ്റെ മുന്നേ. ഹിതത് ഓഫീസിൽ പോകാൻ ഡ്രസ്സ് മാറി. എനിക്കും ഹിതയ്ക്കും കൂടിയിട്ടാണ് ഞാൻ ആ ഓട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ ഓഫീസിൽ പോയി കഴിക്കുമ്പോൾ ഇത് എവിടുന്ന് കഴിക്കുന്നു. കാരണം എന്താണ്, ഇതയുടെ ഓഫീസ് ഇവിടെ അടുത്താണ്. ഞാൻ പോട്ടാട്ടോ, അല്ലെങ്കിൽ ലേറ്റ് ആവും. ടാറ്റാ. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഗൈസ്. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ മിറർ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്താണ്, യൂണിയനിൽ സോന ഉണ്ടാവും. അപ്പോൾ സോന ഞാനും കൂടിയിട്ടാണ് ഒരുമിച്ച് പോവുക. നൗഡേയ്സ് ഇപ്പം ലിഫ്റ്റിൽ കയറാൻ പോവാണേ. കുടമൊക്കെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. കാരണം കുട ഇല്ലാണ്ട് ഇവിടെ പോയാൽ ഞാൻ കരിഞ്ഞു പോകും. അതുകൊണ്ട് കുട കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, ബാഗ് അത്രേ ഉള്ളൂ. ബാഗിൽ ചോറുണ്ട്, പിന്നെ ടീസ്പൂണ് രാവിലെ കഴിക്കാനുള്ള ഓട്സ്, അത്രേ ഉള്ളൂ. സിമ്പിൾ. സുധാരണ ഔട്ട്ഫിറ്റ്. ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് കുറച്ച് നടക്കാണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊടൊക്കെ എടുത്ത് നടക്കുന്നത് കേട്ടോ. ഐ തിങ്ക് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെയാണ്. അല്ലെങ്കിൽ ഞാനും സോനും കൂടിയിട്ട് ബിസിനസ് ബേ എത്തിയിട്ട്, ബിസിനസ് ബേയിലാണ് എൻ്റെ വർക്ക് പ്ലേസ് സോറി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓടുക കേട്ടോ, പതിവ് ഓടുക. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് നേരത്തെയാണെന്നാണ്. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. നോർമലി മോർണിംഗ് നല്ല തിരക്കുണ്ടാവും കേട്ടോ. എസ്പെഷ്യലി വർക്ക് ടൈമിൽ, ഓഫീസ് ടൈംസ് ഉണ്ടാവില്ലേ 8:30, ആ ടൈമിലൊക്കെ നല്ല തിരക്കുണ്ടാവും. ഞാൻ പോണ ടൈമിൽ തിരക്കുണ്ടാവലുണ്ട്. എസ്പെഷ്യലി നമ്മൾ എക്സ്പോ 2020ക്ക് പോകണം അവിടുത്തെ കേട്ടോ. സോനമോളെ പോവാം. ഈ മെട്രോയിൽ കയറണ? ഈ മെട്രോയിൽ കൊടുക്കുന്നത് തിരക്കാണ് ഗൈസ്. ഐ കാൻ ഷോ യു ഗൈസ്. നമ്മളപ്പോൾ ബിസിനസ് ബേയിലെത്തി. സോനതാ നമ്മൾ നടക്കാണ്ട് കേട്ടോ. ഓഫീസിലേക്ക് കുറച്ച് നടക്കാണ്ടേ. നോർമലി ഞാനും സോനയും ഈ വഴിയിൽ കൂടെ ഓടിയിട്ടാട്ടാ വരല്. ലേറ്റ് ആയ ദിവസങ്ങളിൽ ഓടും, മറ്റേ PT ഉഷ പോലെ. ഇന്ന് ഞങ്ങൾ വളരെ നേരത്തെ ആയതുകൊണ്ട് മെല്ലെ നടന്ന് അരയണം പോലെ നീങ്ങുന്നേ. ഇതാണ് നമ്മുടെ ബിൽഡിംഗ് കേട്ടോ. സോ ഗൈസ്, നമ്മളിവിടെ എത്തി. നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. അപ്പൊ നമ്മൾ വന്നു. നമ്മൾ 4 മിനിറ്റ് നേരത്തെയാണ് ഗൈസ്. 4 മിനിറ്റ് നേരത്തെ.
വന്നോണ്ട് തന്നെ നമ്മുടെ വാഷ്റൂമിൽ കയറി. വേറെ ഒന്നിനല്ല, മിറർ നോക്കാൻ. അത് നിർബന്ധ ഡെയിലി. എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും, അത് നിർബന്ധ. ഞങ്ങൾ ലേറ്റ് ആയാലും നമ്മുടെ പിള്ളേരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഷാഗി, ഹായ്, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് വിസ്മയ. വിസ്മയ ഹായ് കൊടുക്കൂ. ഹായ്. ഇന്നിപ്പോ വള്ളിക്കുപ്പായൊക്കെ ഇട്ടിട്ടാണല്ലോ വിസ്മയ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിക്കുകയാണ്. സോന എവിടുന്നോ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഓവർനൈറ്റ് ഓട്സ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ലേറ്റ് കമ്മർ. ഇന്ന് നീ ലേറ്റ് ആയി. സാധാരണ ഞങ്ങളെ ലേറ്റ് ആവില്ല ഗൈസ്, ഇന്ന് ഇവള് ലേറ്റ് ആയി. കണ്ട അല്ല, ഇതെങ്ങടാ എങ്ങനെയുണ്ട് പറയാ ഓവർനൈറ്റ് ഓട്സ്? ഹൗ വാസ് ഇറ്റ്? നൈസ് റൈറ്റ്? സോ അല്ല, റെസിപ്പി വേണമെങ്കിൽ പറയൂട്ടോ, ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, നിനക്ക് റെസിപ്പി വേണോ? ഓക്കെ, ഞാൻ ഷോർട്സ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോന വായില് ചേരോ? കാരണം ഞാൻ കയ്യിലൊക്കെ ആക്കണ്ടേ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇഡ്ഡലി. അല്ലേ, ഇഡ്ഡലി സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പിന്നെ ഓവർനൈറ്റ് ഓട്സ് ഓൺലി 3 dirhams. നല്ലതല്ല, ലാഭാ. നമ്മള് പിന്നെ ഹെൽത്തി. ഇതൊന്ന് നേരെ പോകണ്ടിട്ട് അങ്ങോട്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പാൻട്രി. ഇത് ഞങ്ങളുടെ വാഷ്റൂം. സോന അവിടെ ഇരിക്കണ ഗൈസ്. സോന, പ്രിൻസ് ഈസ് ടീച്ചിങ് മലയാളം ടു ഹിം. ഹീസ് ഫ്രം ശ്രീലങ്ക, റൈറ്റ്? യാ, ബട്ട് ഹി നോ തമിഴ് വെരി വെൽ. യൂട്യൂബ് ചാനലിന് ദിസ് ഈസ് മൈ ഡെസ്ക് ആൻഡ് ദിസ് ഈസ് മീ. അപ്പൊ ശരി, ഞാൻ വർക്ക് ചെയ്യട്ടെ കേട്ടോ. ലഞ്ച് ബ്രേക്കിന് കാണാം. ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ എൻ്റെയും വിസ്മയുടെയും സെയിം ടൈമിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ ഓരോ ടൈമിംഗ് ഉണ്ട് കേട്ടോ. 1 to 2 അങ്ങനെ 1 hour ആണ് ലഞ്ച് ബ്രേക്ക്. എനിക്ക് 1:30 to 2:30 ആണ് കേട്ടോ ലഞ്ച് ബ്രേക്ക്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ലഞ്ച്. ഗൈസ്, റോജർ എന്തോ മീൻകറി കൊടുന്നിട്ടുണ്ട് പറഞ്ഞു. മീൻകറി കൊടുന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നും കുറച്ച് കൈയിട്ട് വരാം. എവിടെ പോയിട്ട് ഞാൻ ആ ശീലം മാറ്റാൻ പോകുന്നില്ല. ഗൈസ്, അപ്പം എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സോനയുടെ ഫുഡ് കഴിക്കുന്ന ടൈമിങ് 2 മണിക്കാണ്. സോ ഇവരുടെ സൂപ്പർ ഡിഷസ് ഒക്കെ ഉണ്ടാവും. യു ഗൈസ് ഹാവ് ലോട്ട്സ് ഓഫ് ഡിഷസ്. യാ, സോ ഐ എം വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. ഓക്കെ, ഇവരുടെ കുറച്ച് കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. ഇത് കൊണ്ട പ്രിൻസി, ഇത് മഷ്റൂം മസാല. കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൾ ഉണ്ടാക്കിയതാന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ ഉണ്ടാക്കിയതൊന്നല്ല, മേടിച്ചതാണ്. ഞാൻ ഓൾറെഡി കൈ കഴുകി കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കയ്യിലാക്കാൻ ഭയങ്കര മടിയാണ്. സോ ഇവരിങ്ങനെ ഓരോ ഉള്ളിലായിട്ട് തരും. മഷ്റൂം മസാല നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പ്രിൻസിയുടെ പ്ലേറ്റ് കാണാനില്ല. പ്രിൻസിയുടെ പ്ലേറ്റ് എവിടെ? സോനയുടെ കയ്യില്. ഇതാ നമ്മുടെ ഷാഗിയുടെ ഫുഡാണ്. ഷാഗിയുടെ ഫുഡ് മെസ്സെന്നാണ്. ഇത് നിക്കി, ഹായ്. ഇത് ദിനേശ്. ഓക്കെ, ദിനേശ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ കുറച്ചിറങ്ങി പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് റീൽസൊക്കെ നോക്കിയിരിക്കും. സോനമണി വരും കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലിയർ 2:30 ആകുമ്പോൾ കയറി പോകും. ഇവൾക്ക് 3 മണി വരേണ്ട ടൈമാണ്. കാരണം ഇവിടെ ബ്രേക്ക് ടൈം 2 to 3 കണ്ടില്ലേ? ഇങ്ങനെ ഓരോ പ്രാന്ത് നമുക്ക് കാണാം ബ്രേക്ക് ടൈമിൽ. ഗൈസ്, അപ്പം എൻ്റെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. ഇവരിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ടാറ്റാ, ഞാൻ പോയി വർക്ക് ചെയ്യട്ടെ. സോ ഗൈസ്, ഇതാണ് അപ്പം എൻ്റെ മാം. ദിസ് ഈസ് മൈ മാം, ജെസിക്ക മാം. ഹായ്. ഡോണ്ട് സ്മൈൽ മാം, ടെൽ മീ ഹൗ ആം ഐ? How am I? Tell me, ma'am. Jean is very hardworking. Thank you, ma'am. Very smart.
Thank you so much, ma'am. I'm happy that she's working with me. Thank you, And thank I you, believe that anywhere she goes, she's going to be praised. thank you. She doesn't wait for directions. She's proactive. Thank you so She much. gets good results. Thank you so much, ma'am. അപ്പൊ ഞാൻ പോവാണ്. ബൈ ബൈ. Bye-bye. ഗൈസ്, അപ്പൊ എന്റെ വർക്ക് കഴിഞ്ഞു. ടൈം ഒരു 7 o'clock ആയിട്ടോ, നൈറ്റ്. ഓക്കെ, ഞാൻ ഐ വിൽ ഷോ യു ദ വ്യൂ. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്, ലുക്ക് അറ്റ് ദ വ്യൂ. അപ്പൊ വർക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വിട്ടോ. ടൈം ഒരു 7 o'clock ആയിട്ടുണ്ട് PM. ഷെർവിൻ ഹായ്. ബൈ ബൈ. എല്ലാരും ഇറങ്ങി ഗൈസ്. അപ്പൊ നമ്മള് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. കണ്ടില്ലേ, ഇരുട്ടായി. എല്ലാരും നടന്നു വരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത് ഇവിടെ നിന്ന്. ബിസിനസ് ബേന്ന് യൂണിയൻ വരെ എനിക്ക് ആദ്യമായിട്ടാണ് സീറ്റ് കിട്ടുന്നത്. ഒരു MT ട്രെയിൻ കിട്ടി. ഞങ്ങള് ചാടിപ്പടഞ്ഞ് കേറിട്ടോ. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ എത്ര നല്ലതായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല. നമ്മൾ ഓടിക്കേറി ചാടി കേറി ഇരുന്നു. ഇനിയിപ്പോ നേരെ യൂണിയനിലേക്ക്, യൂണിയനിൽ നിന്ന് നേരെ അനക്കിയാലോ. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിതാ ഇപ്പൊ എത്തി. 8:15 ടൈം. നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂമിലേക്ക്. എന്താണ്, സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാണ്ട്. പക്ഷേ സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ കവർ എടുത്തിട്ടില്ല. അപ്പൊ റൂമിൽ പോയിട്ട് ചോറ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. കറി വെക്കാനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. കുറച്ച് ചീരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം. അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് കുളിക്കാം. ഫൈനലി ഗൈസ്, ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ വരാലോ, ഇവിടെ അടുത്തല്ലേ. ചേച്ചീനെ കാണിക്കാൻ പറ്റിയില്ല. മോർണിംഗ് ചേച്ചി ഉറങ്ങായിരുന്നു, അതുകൊണ്ട് എനിക്ക് മോർണിംഗ് കാണിക്കാൻ പറ്റിയില്ല. ചേച്ചി ഇതാ കിടന്നുറങ്ങുന്നു. ഹായ്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് നാളത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ളത്. വല്ല ചീര അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ വാങ്ങിക്കണ്ടാവുക. പോയി വാങ്ങിക്കണം. ചോറ് വെക്കണം. ഇതൊക്കെയാണ് എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഗൈസ്. ഇതാണ്, ഇത്ര ഉള്ളൂ. ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. എന്നാലും കവർ എടുക്കാൻ മറന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓഫീസിൽ നിന്ന് നേരെ ഇവിടേക്ക് വരാഞ്ഞത്. എന്നിട്ടിപ്പോ റൂമിൽ നിന്ന് ഞാൻ വന്നിട്ട് ഞാൻ വീണ്ടും കവർ എടുക്കാൻ മറന്നു. പക്ഷെ എന്താ നോക്കണേ, ഇനിയിപ്പോ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കാം. ഷെക്ലാൻഡിലെത്തി നമുക്ക് പാലക്ക് എടുക്കാം ഗൈസ്. പാലക്ക്. ഹായ് ഗൈസ്. എടി, ഇത് ആർക്ക് കൊടുക്കാനാടി? നമ്മള് കവർ എടുക്കാൻ മറന്നത് കൊണ്ട് നമ്മള് ഇഡ്ലി മാവിന് മാത്രം ഒതുക്കി. പാലക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ പിടിച്ച് അങ്ങോട്ട് നടക്കണ്ടേ, അതുകൊണ്ട് ഞാൻ തൽക്കാലത്തിന് ഇഡ്ലി മാവ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പാലക്ക് നാളെ വന്ന് വാങ്ങിക്കും. ഇവിടെ ക്ലോസ് ആണ്, അടുത്താണ് നമ്മുടെ ഷോപ്പ്. ഓക്കെ, ഇനി ഇത് പോയിട്ട് ദോശ ചൂടാം. ദോശയും മുട്ടക്കറിയും രാത്രിക്ക്. നമ്മൾ ചേച്ചിക്ക് ഒരു ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചേച്ചി താഴെ ഇറങ്ങുന്നില്ല. അപ്പം നമ്മൾ താഴെ ഓൾറെഡി ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മളൊരു ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മാംഗോ ജ്യൂസ്. അപ്പം ഇനി വേറെ ഒരു പരിപാടിയും ഇല്ല കേട്ടോ. ഇനി നേരെ കുടിച്ച് ദോശമാവുണ്ട്. അപ്പം അത് ദോശ ചുട്ടിട്ട്, അല്ലെങ്കിൽ ചോറ് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്. ചോറും കാബേജ് ഉപ്പേരും ഒക്കെ. അത് കഴിച്ചിട്ട് നാളേക്കുള്ള ലഞ്ച് സെറ്റ് ആക്കിയിട്ട് ഞാൻ കയറി കിടക്കൂട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് വീഡിയോ ആവാന്നാണ് ചാൻസ്. ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ നടക്കുന്നത്. അതൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്, ടാറ്റാ.